മനുഷ്യ മസ്തിഷ്കമെന്ന അത്ഭുതകരമായ സൂപ്പർ കമ്പ്യൂട്ടർ. മനുഷ്യൻ നൂറ്റാണ്ടുകളായി വിജ്ഞാനവും സാങ്കേതികതയും സംയോജിപ്പിച്ചുകൊണ്ട് ആകാശത്തെയും സമുദ്രത്തെയും കീഴടക്കിയിട്ടും അവൻ ഇന്നും ആത്മസംതൃപ്തിയോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒന്നിനും ഒരു തൃപ്തിയുമില്ലാത്ത അവസ്ഥ വരുന്നു. കാരണം അവൻ തേടുന്നത് അവനെ തന്നെയാണ്. ഏറ്റവും അത്ഭുതകരമായ യന്ത്രം അത് മനുഷ്യൻ്റെ തലച്ചോറ് തന്നെയാണ്. നാം ജീവശാസ്ത്ര വഴികൾ ഉപയോഗിച്ച് മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതേ മസ്തിഷ്കം ഉപയോഗിച്ചാണ്. തനിയെ പരിശോധിക്കുന്ന ഒരു യന്ത്രം പോലെയാണ് മനുഷ്യ മസ്തിഷ്കം. അതിൻ്റെ സങ്കീർണത അതിലെ ഓരോ അണുവിലും തെളിഞ്ഞു കിടക്കുന്നു. ഇന്ന് വരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനും ഇത്തരത്തിലുള്ള സ്വയം പഠനശേഷിയും അനുഭവം തിരിച്ചറിയാനുള്ള ശേഷിയും അപാര സ്മരണശേഷിയും ഒന്നുമില്ല. ജനിക്കുന്ന കുഞ്ഞിൻ്റെ മസ്തിഷ്കം ഏതാണ്ട് 350 മുതൽ 400 ഗ്രാം വരെ ഭാരമുള്ളതായിരിക്കും. എന്നാൽ യുവാവാകുമ്പോൾ അതിൻ്റെ ഭാരം 1300 മുതൽ 1400 ഗ്രാം വരെ എത്തും. ശരീരത്തോട് താരതമ്യപ്പെടുത്തിയാൽ മനുഷ്യൻ തന്നെയാണ് ജൈവലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബ്രെയിൻ റേഷ്യോ ഉള്ള ജീവി. ആനയ്ക്കോ തിമിംഗലത്തിനോ വലിയ മസ്തിഷ്കം ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഭാരം അവയുടെ ശരീരത്തോട് താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും ചെറുതാണ്. മനുഷ്യൻ്റെ മസ്തിഷ്കം ശരീരത്തിൻ്റെ വെറും 2.5% മാത്രമാണെങ്കിലും അതിൻ്റെ പ്രവർത്തനക്ഷമത അതുല്യമാണ്. ഒരു സാധാരണ കമ്പ്യൂട്ടർ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയാത്തതല്ല മനുഷ്യ മസ്തിഷ്കം തീർച്ചയായും 1 സെക്കൻഡിൽ ചെയ്യും. ജാപ്പനീസ് ഗവേഷണ കേന്ദ്രമായ റൈക്കൻ ബ്രെയിൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനമനുസരിച്ച് മനുഷ്യന്റെ മസ്തിഷ്കം നടത്തുന്ന പ്രവൃത്തികൾ കമ്പ്യൂട്ടറുകൾക്ക് 40 മടങ്ങ് കാലം കൂടുതൽ എടുത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നാണ്. ശരീരത്തിലെ വെറും 2% ഭാരം മാത്രമുള്ള ഈ മസ്തിഷ്കം ശരീരം മുഴുവൻ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ 20%ത്തെയും ഊർജത്തിന്റെ ഏറ്റവും വലിയ വിഹിതവും സ്വന്തമാക്കുന്നു. അതിന്റെ പ്രവർത്തനക്ഷമത നിലനിർത്താൻ ഓക്സിജന്റെ പങ്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു അധ്യാപകൻ പറഞ്ഞത് ഓർക്കുന്നു, 1 മണിക്കൂർ പറമ്പിൽ കളിക്കുന്നതിനേക്കാൾ അധ്വാനമാണ് 1 മണിക്കൂർ പഠിക്കാനിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് വിദ്യാർത്ഥിയെ സമൂഹം ആദരിക്കുന്നത്. പഠനം എന്നത് കഠിനമായ ബുദ്ധിപ്രവർത്തനമാണ്. ഓക്സിജന്റെ ലഭ്യത കുറയുമ്പോൾ സെറിബ്രൽ ഹൈപ്പോക്സിയ, സ്ട്രോക്ക് പോലുള്ള ഗുരുതര അവസ്ഥകൾക്കാണ് വഴി തുറക്കുന്നത്. 6 മിനിറ്റിൽ കൂടുതൽ ഓക്സിജൻ ഇല്ലാതെ മസ്തിഷ്കത്തിന് നിലനിൽക്കാനാവില്ല. ഉണർന്നിരിക്കുന്ന ഒരാളുടെ തലച്ചോറിൽ ഒരു ചെറിയ ലൈറ്റ് ബൾബ് കത്തിക്കാൻ വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നാം സാധാരണയായി പരിചയപ്പെടുന്ന EEG എന്ന ഉപകരണം ഈ വൈദ്യുത തരംഗങ്ങളാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ തലച്ചോറിന്റെ വൈദ്യുത ചലനങ്ങളെ അടിസ്ഥാനമാക്കി അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നു. ഏറ്റവും വലിയ സൃഷ്ടിയായ മനുഷ്യന്റെ മസ്തിഷ്കം ഇന്നും നമുക്ക് മുഴുവനായും മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്ന വലിയ അത്ഭുതമാണ്.